ഹായ്, ഞാൻ അനുദീപ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റിയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ധാരാളം പരീക്ഷകളാണ് അടുത്ത വർഷം വരായിരിക്കുന്നത്. അവിടെ എലിമിനേഷൻ ടെക്നിക്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യം വന്നുകൊണ്ടിരിക്കട്ടെ. ചൈനീസ് പ്രൈം മിനിസ്റ്ററിന്റെ അമ്മാവിന്റെ പേരെന്ത്? ഞാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി സിനാരിയോ വെച്ച് പറയുന്നതാണ്. ഓപ്ഷൻ എ ശശി, ബി മത്തായി, സി അബ്ദുള്ള, ഡി എന്ന് പറയുന്നത് ഒരു ചൈനീസ് നെയിം, പാക്നോ എന്തെങ്കിലും ചൈനീസ് നെയിം ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൻസർ എന്തായിരിക്കും? ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി ആയിരിക്കും അതിന് ആൻസർ വരിക. ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് അനലറ്റിക്കലായി ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു 100 ചോദ്യം PSC എക്സാംസിന് ചോദിക്കുകയാണെങ്കിൽ 100 ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുന്ന ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ്? കറക്കി കുത്തി മാത്രമല്ല, ആഴത്തിൽ പഠിക്കുക. ഫസ്റ്റ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴത്തിലുള്ള പഠനമാണ്. AP ആഴത്തിൽ പഠിക്കുക. അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞതുപോലെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കറക്കി കുത്താനും പഠിക്കണം. അതാണ് AP + KK എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോഴും ഈ കറക്കി കുത്ത് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ ഹാലിളകുന്ന പല ആൾക്കാരും ഉണ്ട്. ഇത് സിവിൽ സർവീസസ് പ്രിലിംസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. 10-25 വർഷമായിട്ട് ഇന്ത്യ എമ്പാട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഇപ്പോഴും എന്താ പറയാ, ഒരു ഗുഹായുഗത്തിൽ ജീവിക്കുന്ന പല ആൾക്കാർക്കും ഈ ടെക്നിക്സിന്റെ ഒരു അവേർഷൻ ആണ്. അപ്പൊ അവർ ഒരുപക്ഷെ ഈ വീഡിയോ കുറ്റം പറഞ്ഞേക്കാം. നിങ്ങളുടെ തലച്ചോറിനെ മുൻനിർത്തി, നിങ്ങളുടെ ഒരു കോൺഷ്യസ് മൈൻഡിനെ മുൻനിർത്തി മാത്രം ഇനി പറയാൻ പോകുന്ന ടെക്നിക്കുകളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. തലച്ചോറ് പണയം വെക്കാതെ സ്വന്തം യുക്തിചിന്ത ഉപയോഗിച്ച് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയിൽ മാർക്ക് കൂടുതൽ കിട്ടും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ റാങ്ക് ഹോൾഡേഴ്സും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ റാങ്ക് കിട്ടിയതൊക്കെ ഇത്തരം ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ ഇവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്ത് തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക കേട്ടോ. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കറക്കിക്കുത്ത് പ്രൊസീജിയറിലേക്ക് പോയാലോ. കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ചോദ്യപേപ്പർ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ വർഷവും ചോദ്യങ്ങൾ വരിക. ഇതിനേക്കാൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതായിരിക്കും. എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ സിമിലർ സ്ട്രക്ചർ തന്നെയാണ്. ഈ ഒരു ചോദ്യം ഒന്ന് നോക്കിയേ. ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെ, പുതിയ സാമ്പത്തിക നയം. ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1990s ന്യൂ എക്കണോമിക് പോളിസി ഒക്കെ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, എന്താ? പുതിയ സാമ്പത്തിക നയം വന്നപ്പോൾ സ്വകാര്യ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ, പണ്ട് ഗവൺമെന്റ് ആയിരുന്നു എല്ലാത്തിനും ഉടമസ്ഥര്. പക്ഷെ ഇനി മുതൽ എന്താ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും സ്വകാര്യ വ്യക്തികൾക്കും എക്കണോമിയിൽ ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന അവരെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഈ കാര്യം എല്ലാവർക്കും അറിയാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം പ്രൈവറ്റ് സെക്ടർ വരുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരും. വേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും പ്രൈവറ്റ് പാർട്ടീസ് വരും, കോമ്പറ്റീഷൻ കൂടും, അപ്പം കൂടുതൽ നല്ല പ്രോഡക്റ്റുകൾ വരും. അതാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ലാർജർ റോൾ ഫോർ പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയ്ക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയ റോൾ കൊടുക്കുന്നു, ഇൻക്ലൂഡിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അത് ഫസ്റ്റ് പാർട്ട് ശരിയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ശരിയായല്ലേ പറ്റുള്ളൂ. സ്വകാര്യ മേഖലയ്ക്ക് പങ്കാളിത്തം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ അവർ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കും. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആവാം, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആവാം, എന്തായാലും ശരിയല്ലേ പറ്റുള്ളൂ. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ നിങ്ങൾ. എൻഹാൻസിങ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഓറിയന്റേഷൻ. അതായത് സ്വകാര്യ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് വരുമ്പോൾ കോമ്പറ്റീഷൻ, പണ്ട് BSNL മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എയർടെല്ലായി, ജിയോയായി, അതിന്റെ ഭാഗത്ത് കോമ്പറ്റീഷൻ കൂടി. സോ സ്വകാര്യ വ്യക്തികൾ വന്നെങ്കിൽ കോമ്പറ്റീഷൻ കൂടും. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. കോമ്പറ്റീഷൻ കൂടും, എൻഹാൻസിങ് കോമ്പറ്റീഷൻ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഇതിനകത്ത് ഉത്തരം വരും. തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള ഓപ്ഷൻ ഏതാ? ഡി അല്ലേ? ഡിയിൽ മാത്രമല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ ഡി അല്ലേ വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമ്മൾ സ്റ്റക്ക് ആയിട്ടിരിക്കാൻ പാടില്ല. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡേറ്റ ഇതാണ്. ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് പാർട്ടിസിപ്പേഷൻ കൂടി, അപ്പൊ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടും അല്ലെ. അതിപ്പോ റെയിൽവേസിൽ എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ഇല്ലാത്തത്? റെയിൽവേ ഗവൺമെന്റ് ആണ് റെയിൽവേയുടെ ഉടമസ്ഥര്, വേറെ കോമ്പറ്റീറ്റേഴ്സ് അവിടെ ഇല്ല. പക്ഷെ ടെലികമ്മ്യൂണിക്കേഷൻ നോക്കുക,
എയർടെൽ ഉണ്ട്, ജിയോ ഉണ്ട്, BSNL ഉണ്ട്, എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ എയർവേ, വിമാനങ്ങൾ നോക്കുക, എയർ ഇന്ത്യ ഉണ്ട്, ഇന്ത്യൻ എയർവേസ് ഉണ്ട്, ഇപ്പൊ ഇത് മെർജ് ചെയ്തു. പിന്നെ ഇൻഡിഗോ ഉണ്ട്, ഇത്തിഹാദ് ഉണ്ട്, കുറെ എയർവേസ് ഉണ്ട്. അപ്പൊ പ്രൈവറ്റ് പാർട്ടീസ് കൂടുതലുണ്ട്, അവിടെ നല്ല കോമ്പറ്റീഷനാണ്, കട്ട കോമ്പറ്റീഷനാണ്. അപ്പം കോമ്പറ്റീഷൻ കൂടും. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡി. അപ്പൊ അതാണ് കറക്കിക്കുത്തിന്റെ സാധ്യതകൾ. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അത് മനഃപൂർവ്വം നമ്മളെ ടെൻഷൻ ആക്കാൻ വേണ്ടി എക്സാമിനർ അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ, ഇതാണ് നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കറക്കിക്കുത്തിന് ഉദ്ദേശിക്കുന്നത്, അതായത് കണ്ണടച്ചുള്ള കറക്കിക്കുത്തല്ലത്. ഓക്കെ. എഗെയിൻ നമ്മൾ ഓണം ഓഫേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ ഡിഗ്രി ലെവൽ ബാച്ചസ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 50 വിദ്യാർത്ഥികൾക്ക് LDC അല്ലെങ്കിൽ 10th + 2 ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ജനറൽ PSC ബാച്ച്, അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ആദ്യത്തെ 50 വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ഔട്ട് ചെയ്യേണ്ട. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടെസ്റ്റ് സീരീസിന്റെ ഫീസ് നമ്മൾ ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. എഗെയിൻ കമ്മിങ് ടു അനദർ ക്വസ്റ്റ്യൻ. ഇപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഹോട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ്, നല്ല ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് അർത്ഥം പോലും വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും. പക്ഷെ നിങ്ങളൊന്ന് സമാധാനമായിട്ട് വായിച്ചു നോക്കിയ ചോദ്യം എന്താ? ഈ കൂട്ടത്തിൽ നോട്ട് എ കൺസ്യൂമർ റൈറ്റ്, 4 ഓപ്ഷൻസ് ഉണ്ട്. അത് കൺസ്യൂമർ റൈറ്റ് അല്ലാത്തത് ഏത് അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അല്ലെ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അകത്ത് ഒരു ഉപഭോക്താവ് കൺസ്യൂമറിന്റെ അവകാശമല്ലെന്ന് പറയുന്ന ഏതാണെന്ന്. ഇതിന് 3 എണ്ണം അവകാശമാണ്, ഒരെണ്ണമാണ് അവകാശം അല്ലാത്തത്. അപ്പൊ ഓട് വൺ ഔട്ട് അവിടെ ചോദിച്ചിട്ടുള്ളത്, ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയേ. എ എന്ന് വെച്ചാൽ എന്താ? അഷുറൻസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് വിൽ റിസീവ് ഡ്യൂ കൺസിഡറേഷൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഫോറം. ഒരു ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. അതല്ലേ ഉപഭോക്തൃ സംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. ഉപഭോക്താവ് കൺസ്യൂമറിന്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ തന്നെ നിർത്തിയിട്ടുള്ളത്. ബിയോ, വളരെ മോശപ്പെട്ട ട്രേഡ് പ്രാക്ടീസസിനെതിരായിട്ടുള്ള സംരക്ഷണം, അല്ലെങ്കിൽ ഇപ്പം ബ്രിട്ടീഷ് ക്രീം എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്, അല്ലെങ്കിൽ വെളുത്തിന്റെ പാടം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെളുക്കും എന്നൊക്കെ പറഞ്ഞ പല ക്രീംസിന്റെയും പരസ്യം നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന ലേഹ്യം വാങ്ങിച്ചു കഴിക്കൂ, 2 ദിവസം കൊണ്ട് മസിൽസ് വരും, അല്ലെങ്കിൽ അത് ചെയ്താൽ ഇത് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ മിസ്ലീഡിങ് ആയിട്ടുള്ള പ്രാക്ടീസസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കെണിയിൽ വീണ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡ്രസൽ അഗെയിൻസ്റ്റ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അതിനകത്ത് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അല്ലെ? എക്സാക്ട്ലി. അടുത്തത് എന്താണ്? സി, റൈറ്റ് ടു ബി അഷ്വേർഡ് വെൻ എവർ പോസിബിൾ ആക്സസ് ടു എ വെരിഫൈഡ് ഓഫ് ഗുഡ് പ്രോഡക്റ്റ് സർവീസ് അറ്റ് ലോവസ്റ്റ് പ്രൈസ്. മലയാളം ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനം കൊടുക്കണം എന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇത് നടക്കൂ? ഇപ്പൊ സപ്പോസ് എ ഒരു ബിരിയാണി വിൽക്കുന്നു 250 രൂപ, ബി ഒരു ബിരിയാണി വിൽക്കുന്നു 100 രൂപ. എ വിൽക്കുന്നത് ഒരു പക്ഷേ തിരുവനന്തപുരം സിറ്റിയുടെ നടുക്കായിരിക്കും, നല്ല റെന്റ് അവിടെ. ബി വിൽക്കുന്ന ഒരു പക്ഷേ അതിന്റെ 10-1 റെന്റ് കൊടുക്കേണ്ട അത് സാധാരണ സ്ഥലത്തായിരിക്കും. അപ്പൊ ലോവസ്റ്റ് പ്രൈസ് ബി കൊടുക്കുന്നത്. ഈ പ്രൈസിൽ എക്ക് കൊടുക്കാൻ പറ്റുമോ? ലോവസ്റ്റ് പ്രൈസിൽ പ്രോഡക്റ്റ് കൊടുക്കണം എന്നാണ്. റൈറ്റ് ടു ബി അഷ്വേർഡ് വെനവർ പോസിബിൾ ആക്സസ് ടു വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് ലോവസ്റ്റ് പ്രൈസ്. ഇതെങ്ങനെ നടക്കും ആലോചിച്ച് നോക്കിയേ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ. അപ്പൊ സി കോമൺ സെൻസിന് വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒരിക്കലും കൺസ്യൂമർ എന്നിട്ട് എനിക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് തന്നെ സാധനം തന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ചായ 10 രൂപയ്ക്ക് ചായ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റൂ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ലോജിക്, ഐ മീൻ നിങ്ങൾ ഡെയിലി ലൈഫിലെ കാര്യങ്ങളുമായിട്ട് വേണം ഇതിനെ കമ്പയർ ചെയ്ത് കോമൺ സെൻസ് ഡിറൈവ് ചെയ്യാൻ. അല്ലാതെ വലിയ എന്താ പറയാ ബുദ്ധിജീവി കളിക്കാൻ നിൽക്കില്ല. ഏറ്റവും ബേസിക് ലെവൽ കോമൺ സെൻസ് എന്നാണ് പറയുന്നത്, അല്ലാതെ മറ്റ് ഇന്റലക്ച്വൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. കോമൺ സെൻസ് സി ഈസ് റോങ്. ഡി എന്താണ്? റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ് അല്ലെ? ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് അവബോധം വേണം പ്രോഡക്റ്റിനെ പറ്റി, അല്ലെങ്കിൽ കൺസ്യൂമർ അവകാശങ്ങളെ പറ്റിയുള്ള അവബോധം വേണം. ഈ അവയർനെസ് ജനറേഷൻ എന്ന് വെച്ചാൽ എല്ലാ ആക്ടിലും കോമൺ തീമാണ്. ഇപ്പം ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിക്കോട്ടെ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോക്സോ ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിക്കോട്ടെ, അവയർനെസ് അബൌട്ട് ദാറ്റ് പാർട്ടി, അവബോധം സൃഷ്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ അതാണ് കോമൺ സെൻസ് എന്ന് പറയാം. നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിന് ഉത്തരം സി, 67 ഉത്തരം എന്ന് വെച്ചാൽ സി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
മറ്റൊരു ചോദ്യം, ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിക്കും അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്താ ഇത്? മലയാളം ചോദ്യം വായിച്ചു നോക്കിയാൽ മതി. ഭരണപരമായ വിധി നിർണയം. ഈ കൂട്ടത്തിൽ ആർക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ, ഭരണപരമായ വിധി നിർണ്ണയിക്കാൻ കപ്പാസിറ്റി ഉള്ളത്? ഭരണപരമായ വിധി നിർണ്ണയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് തന്നെ വെക്കാം. അത് കേരള ഗവർണൻസിനകത്ത് വന്ന ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് അറിയില്ലെന്ന് തന്നെ വെക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് അറിയില്ല. സ്റ്റിൽ ഈ കൂട്ടത്തിനകത്ത് ആൻസർ ആവാൻ സാധ്യതയുള്ളത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. അക്കൗണ്ടന്റ് ജനറൽ ആണോ, അഡ്വക്കേറ്റ് ജനറൽ ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണോ, അതോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ? ട്രൈബ്യൂണൽ മീൻസ് കോടതി പോലുള്ള സംഭവം. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ വിധി നിർണ്ണയം. വിധി നിർണ്ണയിക്കുന്ന ആരാ? കോടതികളല്ലേ വിധി നിർണ്ണയിക്കുന്നത്. സോ അപ്പൊ ഇതിന്റെ ഈ കൂട്ടത്തിൽ ഉത്തരമാവാൻ സാധ്യത എന്ന് വെച്ചെങ്കിൽ ഇവൻ നിങ്ങൾ സിലബസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഉത്തരമാവാൻ സാധ്യത ഏതിനാ? സിക്കല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. എഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മൾ ഇത്തരത്തിൽ കറക്കി കുത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഗസ് വർക്കിംഗ് നടത്തുമ്പോൾ, എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ 10 ചോദ്യം നമ്മൾ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റും. അപ്പോഴേ അഗ്രിഗേറ്റ് നമുക്ക് 6 മാർക്ക് ലഭിക്കും. ഈ 10 എണ്ണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന 10 ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ അവിടെ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടി. പക്ഷെ 3 എണ്ണം തെറ്റിപ്പോയി, തെറ്റും, ഒരു സംശയവും വേണ്ട. 10 എണ്ണം അറ്റൻഡ് ചെയ്യുമ്പോൾ 3 എണ്ണം ഒക്കെ തെറ്റിന്നിരിക്കും. പക്ഷേ 1-2 ചോദ്യം തെറ്റിയെന്ന് കരുതി നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ഉപേക്ഷിക്കാൻ പാടില്ല. അതാണ് നമ്മൾ മാർക്ക് മാക്സിമൈസേഷൻ എന്നുള്ള സ്ട്രാറ്റജി. അതാണ് എന്തായാലും 0 മാർക്കിനേക്കാൾ കൂടുതലാണ് 6 മാർക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റും. നമ്മുടെ യൂട്യൂബിൽ തന്നെ ധാരാളം ഫ്രീ ക്ലാസ്സസ് ഉണ്ട്, അത് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. 1-2 ചോദ്യങ്ങൾ തെറ്റിക്കോട്ടെ, അപ്പൊ അങ്ങനെ 10 ചോദ്യങ്ങൾ വേറെ ശരിയാക്കിയാൽ മതി, അഗ്രിഗേറ്റ് മാർക്ക് കൂടും. എഴുതുന്ന എല്ലാ ചോദ്യങ്ങളും ശരിയാകുന്നുള്ള വാശി മാറ്റി വെക്കണം. അതൊരു സൈക്കോളജിക്കൽ ബയാസാണ്. നമുക്കിപ്പോ ഒരു 100 രൂപ കിട്ടുന്നതിനേക്കാൾ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാൾ നമുക്ക് സങ്കടം വരുന്നത് എപ്പോഴാന്ന് പറയുമ്പോൾ 10 രൂപ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ്. എന്നൊരു അഗ്രിഗേറ്റ് 90 കിട്ടി എന്നുള്ളൊരു ബോധം നമുക്കില്ല. നമ്മുടെ തലച്ചോറ് വയർ ചെയ്തിട്ടുള്ള ആ രീതിയിലാണ് നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു 1000 രൂപ കിട്ടുമ്പോൾ സന്തോഷത്തിനേക്കാൾ വലുതാണ് കയ്യിൽ നിന്ന് 100 രൂപ പോകുമ്പോൾ. അപ്പം ഒരു നെഗറ്റിവിറ്റി ബയാസ് ആണ്. അഗ്രിഗേറ്റ്ലി നമുക്ക് ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇത് അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അല്ലേ? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു കാര്യം അറിയാം. എന്താ അറിയാവുന്നത്? നല്ല രീതിയിലുള്ള ജീവിത നിലവാരമുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അത് അല്ലേ? ഇപ്പൊ എല്ലാവരും കോടീശ്വരന്മാരൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും ഹെൽത്ത് അല്ലെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ആൾക്കാർ വളരെ മുന്നിലാണ്. അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യം, അതിനൊക്കെ കേരളം വളരെ മുന്നിലാണ്. അതാണ് ഏറ്റവും ബേസിക് ഡേറ്റ. ഏതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ബേസിക് ഡേറ്റ? ഏതാ? നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സസിൽ നമ്മൾ ടോപ്പിലാണ്. അപ്പോ ഒന്ന് നോക്കിയേ, ഇതിന് പറയുന്നത് തന്നെ അല്ലേ, വെൽത്ത് ആൻഡ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാംസ് ഹാവ് ലാർജ്ലി brought about high material quality of life indicators. ജീവിത നിലവാരം കൂട്ടി എന്നാണ് പറയുന്നത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ജീവിത നിലവാരം വളരെ കൂടുതലാണ്. സിമ്പിൾ കോമൺ സെൻസ്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ടമെന്റൽ സ്റ്റേറ്റ്മെന്റ്സ്. കേരള ഇതിനെപ്പറ്റി പഠിച്ചുകൊടുക്കുന്ന പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ 4 ശരിയായല്ലേ പറ്റുള്ളൂ. ഇവിടെ നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്, ശരിയല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 ശരിയായേ പറ്റൂ. 2 ശരിയാവുമ്പോൾ തന്നെ 1 പോയി, ബി പോയി. ഇനി 4ഉം 1ഉം മാത്രമേ ഉള്ളൂ. 2 ശരിയാണെങ്കിൽ 4 ശരിയാവോ തെറ്റാവോ? 2ൽ പറയുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഉന്നതമായ ജീവിത നിലവാരമാണെന്ന്, വളരെ വെരി ഹൈ എന്നാ പറയുന്നത് അല്ലെ, നല്ല നല്ല ലാർജ്ലി പോർട്ടബിൾ ഹൈ മെറ്റീരിയൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ്. 4ൽ പറയുന്നു ഈ ഇൻഡിക്കേറ്റേഴ്സ് ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണെന്ന്. ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം വളരെ ഉന്നതമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അല്ലേ. അപ്പം ഡെവലപ്ഡ് കൺട്രീസോട് കമ്പയർ ചെയ്യാൻ പറ്റേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും. ഇപ്പൊ ഇന്ത്യ ഭയങ്കര ഹൈലി റിച്ച് ആയിട്ടുള്ള കൺട്രി ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നിരിക്കട്ടെ. അപ്പൊ ഡെവലപ്ഡ് കൺട്രീസോട് കമ്പയർ ചെയ്തു നമ്മളെ പറ്റും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നാലും പറയാ. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ 2 ശരിയാണെങ്കിൽ 4 ശരിയായല്ലേ പറ്റൂ. അതാണ് കോംപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഇത്തരത്തിലുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ, അത് തെറ്റാവാൻ ഒക്കത്തില്ല. അപ്പൊ 4 ശരിയാണ്. അപ്പം ഡി ആണ് ഇതിന്റെ അത് തെറ്റായിട്ടുള്ള ഉത്തരം. ഡി നിങ്ങൾ വായിച്ചു നോക്കിയത് ഒരു ഉത്തരമാണ്. ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് യുണൈറ്റഡ് കേരള. അത് ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കും. അതാണ് ഞാൻ പറയുന്നത്, ആഴത്തിൽ പഠിക്കണം. ഇപ്പൊ ഈ ചോദ്യങ്ങൾ കണ്ടോ, ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. ഇതൊങ്ങനെ കറക്കി കുത്തി പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതല്ല. കോണ്ടെക്സ്റ്റ് അറിയണം, നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രം ഉത്തരത്തിലേക്ക് എത്താം. അതിന്റെ സാമ്പിൾ കൊണ്ടുവന്നതാ. അപ്പം കറക്കി കുത്താൻ മാത്രം നിൽക്കില്ല,
ആഴത്തിൽ പഠിക്കുക, അതിനുശേഷം കറക്കി കുത്തുക. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് വേണം. എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഉപ്പ് പോലെയാണ്, അല്ലെ? കറിക്ക് ഉപ്പിടുന്ന പോലെയാണ്. ഉപ്പില്ലെങ്കിൽ കറിക്ക് രുചി കാണില്ല, വായി വെക്കാൻ കൊള്ളില്ല. പക്ഷേ കറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ? അതിനകത്ത് അരിയിട്ടുള്ള കഷ്ണങ്ങൾ, മറ്റ് വെജിറ്റബിൾസ് അതൊക്കെയാണ്. അപ്പൊ ആഴത്തിലുള്ള പഠനം ഇല്ലാതെ ഉപ്പ് മാത്രം വാരി കഴിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. പക്ഷെ ഉപ്പില്ലെങ്കിലും ആഴത്തിലുള്ള പഠനം കൊണ്ടും കാര്യമില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അഗെയിൻ ഞങ്ങളുടെ ബാച്ചസിൽ ഞങ്ങൾ ഈ രീതിയിലായിരിക്കും ട്രെയിൻ ചെയ്യുക. ഇൻ ഡെപ്ത് ക്ലാസ്സസ്, ഓരോ ടോപ്പിക്കും അത് വിശാലമായി, അതും ഏറ്റവും ബേസ് ലെവൽ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലെവൽ മുതൽ ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ ഞങ്ങൾ കവർ ചെയ്യും. അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്സും പഠിപ്പിച്ചു തരും. ഇത് മാത്രം പോരാ, നമുക്ക് പ്രോപ്പർ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ഇതെല്ലാം വേണം. ഇതിനുള്ള സ്പെഷ്യൽ സെഷൻസും നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സസ് ലഭിക്കുന്നതാണ് കേട്ടോ. ഫീസ് മാത്രമാണ് കുറവ്, മറ്റ് ക്ലാസ്സിന്റെ ക്വാളിറ്റി ഒക്കെ എക്സ്ട്രീംലി ഹൈ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓണം ഓഫർ തീരുന്നതിന് മുമ്പ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.